morning, students. We are going to discuss about the topic transposons part 2. In the part 1, we had discussed about the transposons, is different types of transposons, etc. In this part, we will discuss about the transposons in bacteria, yeast, fungi, and humans, and Drosophila, and their effect on gene and their effect on the other expression of other genes, etc. So what is transposition? The mechanism of movement of transposable element from one location to another is known as transposition. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ട്രാൻസ്പോസോൺസിൻ്റെ പാർട്ട് 1 ആയിരുന്നു. അതിൽ നമ്മൾ ട്രാൻസ്പോസോൺസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോസോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസബിൾ എലമെൻറ്റ്സ് ഇൻ ബാക്ടീരിയ, ഈസ്റ്റ്, പിന്നെ ഫംഗൈ, പിന്നെ ഡ്രോസോഫില്ല, ഹ്യൂമൻസ്, പിന്നെ അതിൻ്റെ എഫക്റ്റ്, മ്യൂട്ടേഷൻസും എങ്ങനെയാണ് മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്നത്, എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാകുക, പിന്നെ അതിൻ്റെ റെഗുലേഷനൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോസിഷനാണ് ഫസ്റ്റ് ഹെഡിങ്. അപ്പോൾ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അത് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ് ഒരു ക്രോമസോമിൻ്റെ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഒരു ക്രോമസോമിൽ നിന്ന് വേറൊരു ക്രോമസോമിലേക്ക് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി transposable elements in bacteria. There are mainly 3 types of transposable elements in bacteria. They are insertion sequence, composite transposons, and TN3 element. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഇൻ ബാക്ടീരിയനെ കുറിച്ചാണ്. അപ്പോൾ 3 ടൈപ്പ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ആണ് ബാക്ടീരിയയിലുള്ളത്. അതാണ് ഇൻസേർഷൻ സീക്വൻസ് IS, പിന്നെ കോമ്പോസിറ്റ് ട്രാൻസ്പോസോണ്, പിന്നെ TN3 എലമെൻറ്റ്. ഇതിൽ ഇൻസേർഷൻ സീക്വൻസും കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസും ഓൾറെഡി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നല്ലവണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഞാൻ പറയില്ല, ജസ്റ്റ് ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മെമ്മറി റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇൻസേർഷൻ സീക്വൻസ് എന്താണ്? ഇൻസേർഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോസോൺ ആയിരുന്നു. ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. ഇൻസേർഷൻ സീക്വൻസ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോസോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഫിഗർ വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ അതിന് ഒരു ട്രാൻസ്പോസേസ് ജീൻ ഉണ്ടാവും, അതിൻ്റെ രണ്ടറ്റത്ത് ഇൻവേർട്ടഡ് പീസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇൻസേർഷൻ സീക്വൻസ്. കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് എന്ന് വെച്ചാൽ ഇൻസേർഷൻ സീക്വൻസ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു അഡീഷണലായിട്ട് കുറച്ച് ജീൻസ് ഉണ്ടാവും. ഇൻസേർഷൻ സീക്വൻസിന് വെറും ട്രാൻസ്പോസേസ് ജീനും ആ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സേ ഉണ്ടാവും. പക്ഷേ കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസിന് അഡീഷണലായിട്ട് കുറച്ച് ജീൻസ് ഉണ്ടാവും. പിന്നെ കോമ്പോസിറ്റ് ട്രാൻസ്പോസോണ് എന്ത് ചെയ്യും? കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് ട്രാൻസ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണ് TN3 എലമെൻറ്റ്. അപ്പോൾ ബാക്ടീരിയയിലുള്ള മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രാൻസ്പോസോൺസ് ആണ് TN3 എലമെൻറ്റ്. ദി എലമെൻറ്റ്സ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ട്രാൻസ്പോസോൺസ് ആർ ലാർജർ ദാൻ IS എലമെൻറ്റ്സ് ആൻഡ് യൂഷ്വലി കണ്ടെയ്ൻ ജീൻസ് ദാറ്റ് ആർ നോട്ട് നെസസറി ഫോർ ട്രാൻസ്പോസിഷൻ. അപ്പോൾ TN3 എലമെൻറ്റ് ആണ് ഏറ്റവും വലിയ ട്രാൻസ്പോസോൺ. അതായത് ISനെക്കാട്ടും കോമ്പോസിറ്റിനെക്കാട്ടും വലിയ ട്രാൻസ്പോസോണാണ് TN3 എലമെൻറ്റ്. അപ്പോൾ ഈ വലുപ്പത്തിനുള്ള കാരണം എന്താണ്? കാരണം ഇതിൽ കുറേ വേണ്ടാത്ത കുറേ ജീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ട്രാൻസ്പോസിഷന് ആവശ്യമില്ലാത്ത കുറേ ജീൻസ് ഉള്ളത് കൊണ്ടാണ് TN3 എലമെൻറ്റിന് ഇത്ര സൈസ് കൂടാൻ കാരണം. പിന്നെ ദി ട്രാൻസ്പോസിഷൻ ഓഫ് TN3 ഒക്കർ ഇൻ 2 സ്റ്റേജസ്. അപ്പോൾ ഈ ഫിഗർ നോക്കുക. അപ്പോൾ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ ഈ TN3 എലമെൻറ്റ്സിൻ്റെ ട്രാൻസ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡോണർ പ്ലാസ്മിഡ് ഉണ്ടാവും കണ്ടെയ്നിങ് TN3 എലമെൻറ്റ്, പിന്നെ റെസിപ്പിയൻ പ്ലാസ്മിഡ് ഉണ്ടാവും വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി TN3 എലമെൻറ്റ്. ഫസ്റ്റ് ദി ട്രാൻസ്പോസേസ് എൻസൈം act to join this donor plasmid with the recipient plasmid to form a structure known as co-integrate. Then the resolvase act to form a structure, and there occurs recombination between the donor and the recipient strands, leading to the transfer of TN3 elements into both the strands. അപ്പോൾ ഈ ഫിഗർ നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ TN3 എലമെൻറ്റിൻ്റെ ട്രാൻസ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡോണർ പ്ലാസ്മിഡ് ഉണ്ടാവും, ഒരു റെസിപ്പിയൻ പ്ലാസ്മിഡ് ഉണ്ടാവും. അപ്പോൾ ഡോണർ എന്താണ്?
അതായത് TN3 എലമെൻ്റ് ഉള്ള പ്ലാസ്മിഡാണ് ഡോണർ പ്ലാസ്മിഡ്, TN3 എലമെൻ്റ് ഇല്ലാത്ത പ്ലാസ്മിഡാണ് റെസിപ്പിയൻ പ്ലാസ്മിഡ്. ആദ്യം ട്രാൻസ്പോസേസ് എൻസൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡോണർ പ്ലാസ്മിഡിനെയും റെസിപ്പിയൻ പ്ലാസ്മിഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഡോണർ പ്ലാസ്മിഡിന് TN3 ഉണ്ട്, റെസിപ്പിയൻ പ്ലാസ്മിഡിന് TN3 ഇല്ല. അപ്പോൾ ട്രാൻസ്പോസേസ് എൻസൈം വെച്ചിട്ട് ആദ്യം ഡോണറിനെയും റെസിപ്പിയൻറ്റിനെയും ജോയിൻ ചെയ്യിക്കും. എന്നിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് കോ ഇൻ്റഗ്രേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എൻസൈമാണ് റിസോൾവേസ്. ഈ റിസോൾവേസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോ ഇൻ്റഗ്രേറ്റിൽ റീകോമ്പിനേഷൻ നടത്തും. റീകോമ്പിനേഷൻ നടത്തിയിട്ട് ആ TN3 എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഡോണർ സ്ട്രാൻഡും റെസിപ്പിയൻ സ്ട്രാൻഡ്സും തമ്മിൽ റീകോമ്പിനേഷൻ നടക്കും. എന്നിട്ട് ആ TN3 എലമെൻറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോണറിനും TN3 എലമെൻ്റ് ഉണ്ടാവും, റെസിപ്പിയൻറ്റിനും TN3 എലമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ TN3 എലമെൻ്റ് എന്താണ്, TN3 എലമെൻറ്റിന് ലാർജ് സൈസ് ആയിരിക്കും. കാരണം അതിന് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സീക്വൻസ് അല്ലെങ്കിൽ കുറേ DNA അതിലുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോണർ പ്ലാസ്മിഡ് ഉണ്ടാവും, റെസിപ്പിയൻ പ്ലാസ്മിഡ് ഉണ്ടാവും. അപ്പോൾ TN3 എലമെൻ്റ് ഉള്ള പ്ലാസ്മിഡാണ് ഡോണർ പ്ലാസ്മിഡ്, TN3 എലമെൻ്റ് ഇല്ലാത്ത പ്ലാസ്മിഡാണ് റെസിപ്പിയൻ്റ് പ്ലാസ്മിഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, TN3 എലമെൻറ്റ് ഡോണറിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് കൊടുക്കണം. അതേസമയം ഡോണറിന് ആ TN3 എലമെൻറ്റ് നഷ്ടപ്പെടാനും പാടില്ല. അതായത് ഡോണറിൽ നിന്ന് ഒരു കോപ്പി TN3 എടുത്തിട്ട് ആർക്ക് കൊടുക്കണം, റെസിപ്പിയൻറ്റിന് കൊടുക്കണം. അപ്പോൾ TN3 ആണ് ഇവിടുത്തെ ട്രാൻസ്പോസോണ്. അപ്പോൾ ആ TN3 എങ്ങനെയാണ് ഡോണറിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഡോണറിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ട് TN3ൻ്റെ ഒരു കോപ്പി ആർക്ക് കൊടുക്കുന്നു, റെസിപ്പിയൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഡോണർ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ടാവും, TN3 ഉണ്ടാവും. TN3 എന്ന് വെച്ചാൽ ട്രാൻസ്പോസോണാണ്, അതില്ലാത്ത പ്ലാസ്മിഡാണ് റെസിപ്പിയൻ പ്ലാസ്മിഡ്. ആദ്യം ട്രാൻസ്പോസേസ് എൻസൈം വെച്ചിട്ട് ഡോണർ പ്ലാസ്മിഡിനെയും റെസിപ്പിയൻ പ്ലാസ്മിഡിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് കോ ഇൻ്റഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ, അതായത് ഡോണറും റെസിപ്പിയൻ പ്ലാസ്മിഡ്സും ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് കോ ഇൻ്റഗ്രേറ്റ്. നെക്സ്റ്റ് ആ കോ ഇൻ്റഗ്രേറ്റിനെ റിസോൾവേസ് എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റീകോമ്പിനേഷൻ നടത്തുന്നു. അപ്പോൾ TN3ൻ്റെ ഒരു കോപ്പി ആർക്കും കിട്ടും, ഡോണറിൽ നിന്ന് റെസിപ്പിയൻറ്റിനും കിട്ടും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡോണറിന് ഒരു TN3 കോപ്പി ഉണ്ടാവും ഓൾറെഡി അതിനുള്ളത്, അതിൻ്റെ കോപ്പിയാണ് റെസിപ്പിയൻറ്റിന് കിട്ടുക. അപ്പോൾ ഡോണറിനും TN3 കിട്ടി, റെസിപ്പിയൻറ്റിനും TN3 കിട്ടി. അപ്പോൾ TN3ൻ്റെ ട്രാൻസ്പോസിഷനാണ് ഇവിടെ നടന്നത്. അതായത് TN3ൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, റെസിപ്പിയൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതാണ് ബാക്ടീരിയയിലുള്ള ട്രാൻസ്പോസോൺസ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്, 4 ക്ലാസ്സസ് വെച്ചിട്ട് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിൻ്റെ 3 ടൈപ്പ് ആയിരുന്നു പറഞ്ഞത്, IS എലമെൻറ്റ്സ്, കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺ, TN3. ഇത് കൂടാതെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കാണുന്നുണ്ട്. അതായത് 4 ക്ലാസ്സസ് ആയിട്ട് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസ് 1ൽ വരുന്നത് കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ വഴി റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ട്രാൻസ്പോസോൺസ് ആണ്, ലൈക്ക് IS10. പിന്നെ ഉള്ളതാണ് ക്ലാസ് 2. ക്ലാസ് 2ലും കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ വഴിയാണ് അവർ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് IS1, IS2. ക്ലാസ് 3യിൽ കാണുന്നത് റിപ്ലിക്കേറ്റീവ് മോഡ് ഓഫ് ട്രാൻസ്പോസിഷൻ ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് TN3. ക്ലാസ് 4ൽ സൈറ്റ് സ്പെസിഫിക് ട്രാൻസ്പോസിഷനാണ് നടക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് TN555 4 TN7. അപ്പം നേരത്തെ പഠിച്ച 3 കൂടാതെ 4 ക്ലാസ്സസ് ആയിട്ട് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഇൻ ഫംഗൈ. The transposable elements in fungi is found in the Ascomycota, Basidiomycota and Zygomycota. അപ്പോൾ ആസ്കോമൈക്കോട്ടയിലും ബെസിഡിയോമൈക്കോട്ടയിലും സൈഗോമൈക്കോട്ടയിലൊക്കെയാണ് ഈ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് കാണുന്നത്. ദി ഫംഗൽ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 മെയിൻ ക്ലാസ്സസ് ബൈ ദർ മോഡ് ഓഫ് ട്രാൻസ്പോസിഷൻ ആൻഡ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ 2 ക്ലാസ്സസ് ആയിട്ടാണ് നമുക്ക് ഫംഗൽ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തതാണ് ക്ലാസ് 1 എലമെൻറ്റ്സ് ഓർ റിട്രോ എലമെൻറ്റ്സ്. ഇപ്പോൾ റിട്രോ ട്രാൻസ്പോസോൺസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് RNA വഴി ട്രാൻസ്പോസിഷൻ നടക്കുന്നതാണ് റിട്രോ ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതും വർക്ക് ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് മെക്കാനിസം വഴിയാണ്. അപ്പോൾ ക്ലാസ് വണ്ണിൽ വരുന്നത് റിട്രോ ട്രാൻസ്പോസോൺസ് ആണ്, അല്ലെങ്കിൽ റിട്രോ എലമെൻറ്റ്സ് ആണ് ഫംഗയിൽ ട്രാൻസ്പോസോൺസിൻ്റെ കേസിൽ. ഇത് വർക്ക് ചെയ്യുന്നത് കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം. കോപ്പി ആൻഡ് പേസ്റ്റ് മെക്കാനിസം എന്താ നിങ്ങൾക്കറിയാം. അതായത് ഒരു കോപ്പി എടുത്തിട്ട് ആ കോപ്പിയാണ് ട്രാൻസ്പോസോൺസിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ എടുത്ത കോപ്പിയാണ് നമ്മൾ പുതിയൊരു DNA ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ LTR ഉണ്ട്, നോൺ LTR ഉണ്ട്. ഇപ്പോൾ റിട്രോ ട്രാൻസ്പോസോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. LTR നോൺ LTR ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ മെയിൻലി വരുന്നത് ലൈൻസും സൈൻസും ആണ് വരുന്നത്. അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ ക്ലാസ് 2ൽ വരുന്നതാണ് DNA ട്രാൻസ്പോസോൺസ്. അതിൽ വരുന്നത് അതിൻ്റെ ദേ ആർ ഫ്ലാങ്ക്ഡ് ബൈ 2 ടെർമിനൽ ഇൻവേർട്ടർ റിപ്പീറ്റ്സ്. അതും വർക്ക് ചെയ്യുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിക്സ് ആണ്. അപ്പോൾ 2 റിപ്പീറ്റിംഗ് സീക്വൻസ് വെച്ചിട്ട് അതിനെ ഫ്ലാങ്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം വഴിയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗിൻ്റെ കേസിൽ ക്ലാസ് 1 എലമെൻറ്റ്സ് ഉണ്ട്, ക്ലാസ് 2 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ക്ലാസ് 1 എലമെൻറ്റ്സിന് ഫംഗി വരുന്നത് റിട്രോ ട്രാൻസ്പോസോൺസ് ആണ്. അത് LTR ഉണ്ട്, നോൺ LTR ഉണ്ട്. പിന്നെ ക്ലാസ് 2 എലമെൻറ്റ്സ് വരുന്നത് DNA ട്രാൻസ്പോസോൺസ് ആണ്. അതിൻ്റെ കേസിൽ പറഞ്ഞാൽ എന്താണ്, കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺ പോലെ തന്നെയാണ്. അതായത് ട്രാൻസ്പോസോസ് ജീനെ ഫ്ലാങ്ക് ചെയ്തുകൊണ്ട് 2 ഇൻവേർട്ടർ റിപ്പീറ്റ്സ് ഉണ്ടാവും. ഇതും വർക്ക് ചെയ്യുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം വഴിയാണ്. ഇനിയാണ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഇൻ യൂകാരിയോട്സ്. അപ്പോൾ യൂകാരിയോട്സിലുള്ള ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് TY എലമെൻറ്റ്സ് ഇൻ ഈസ്റ്റ്, കോപ്പിയ എലമെൻറ്റ്സ് ഇൻ ഡ്രോസോഫില്ല ആൻഡ് അലൂ സീക്വൻസസ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് ട്രാൻസ്പോസോൺസ് ഇൻ മെയ്സ്, ഹ്യൂമൻസ്, ഡ്രോസോഫില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസോൺസ് ഇൻ മെയ്സ് ആണ്. ദി ബാക്ടീരിയൽ ട്രാൻസ്പോസോൺസ് വർ ഡിസ്കവേർഡ് ഇൻ 1940 ബൈ ബാർബറ മക്ലിൻടോക്ക് ഹൂ വർക്ക്ഡ് വിത്ത് മെയ്സ്. അപ്പോൾ മെയ്സിലാണ് ആദ്യമായിട്ട് ട്രാൻസ്പോസോൺസ് ഡിസ്കവർ ചെയ്തത്. അതിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ്, അതായത് ഈ ട്രാൻസ്പോസോൺസ് കാരണം മെയ്സിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ് ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ. അപ്പോൾ സാധാരണ മെയ്സിൻ്റെ കേണൽസിന് ഒരു ഗോൾഡൻ യെല്ലോ കളറായിരിക്കും. ഇത് കൂടാതെ തന്നെ പല ടൈപ്പിലുള്ള കേണൽസ് നമുക്ക് മെയ്സിന് കാണാൻ പറ്റും. അപ്പോൾ ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗോൾഡൻ യെല്ലോൻ്റെ ഇടയിൽ കുറേ ബ്ലൂവും റെഡും ഒക്കെ കേണൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കേണൽസ് വരാൻ കാരണം എന്താണ്, ട്രാൻസ്പോസോൺസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അപ്പോൾ ട്രാൻസ്പോസോൺസ് ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് കാരണമാണ് ഈ കേണൽസിൻ്റെ ഡിഫറെൻറ്റ് കളറുള്ള കേണൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. കേണൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ മണികൾ. അപ്പോൾ ചോളം അല്ലെങ്കിൽ മെയ്സിൻ്റെ മണികൾക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. നിങ്ങളിപ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ അത് ഇങ്ങനെ ചുട്ട് തിന്നലില്ലേ? അപ്പോൾ ആ ചുട്ട് തിന്നുമ്പോൾ അതിന് എന്ത് കളറായിരിക്കും? അതിനൊരു ഗോൾഡൻ യെല്ലോ കളറായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഈ ചോളത്തിൻ്റെ മണികൾക്ക് വ്യത്യസ്ത കളർ, അത് ബ്ലാക്ക്, ബ്ലൂ ഒക്കെ കാണുന്നുണ്ട്. അത് ആ കളറ് വരാൻ കാരണം ഈ ട്രാൻസ്പോസോൺസ് കാരണം ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ്. അപ്പോൾ എന്തൊക്കെ മ്യൂട്ടേഷൻസ് ആണ് ട്രാൻസ്പോസോൺസ് മെയ്സിൽ ഉണ്ടാക്കുന്നത്? ഇൻസേർഷൻ, ഡിലീഷൻ, ട്രാൻസ്ലൊക്കേഷൻ. Next, TY elements in yeast. TY elements are a retrotransposon found in yeast, and more than 30 copies of TY elements are present in yeast. അപ്പോൾ ഈസ്റ്റിൽ കാണുന്ന ഒരു ടൈപ്പ് റിട്രോ ട്രാൻസ്പോസോൺസ് ആണ് TY എലമെൻറ്റ്. അതിൻ്റെ 30 കോപ്പീസ് വരെ ഈസ്റ്റിൽ പ്രസൻ്റ് ആവും. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോസോൺസ് ഇൻ ഡ്രോസോഫില്ല. P elements are the class 2 transposons found in Drosophila. They do little harm because expression of the transposase gene is usually repressed. However, when male flies with P element mate female flies lacking them, the transposase become active in the germline, producing so many mutations that their offsprings are sterile. P element seems to have first appeared in Drosophila melanogaster about 50 years ago. ഇപ്പോൾ ഡ്രോസോഫിലെ കാണുന്ന ഒരു ട്രാൻസ്പോസോൺ ആണ് P എലമെൻറ്റ്സ്. ഇപ്പോൾ P എലമെൻറ്റ്സ് വലിയ ഹാംഫുൾ ആയിട്ടുള്ള ട്രാൻസ്പോസോൺസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ട്രാൻസ്പോസേസ് ജീനിൻ്റെ എക്സ്പ്രഷൻ എല്ലാം ഇപ്പം സപ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഡ്രോസോഫിലെ കാണുന്ന ഒരു ടൈപ്പ് ട്രാൻസ്പോസോൺസ് ആണ് P എലമെൻറ്റ്സ്. P എലമെൻറ്റ്സ് അത്ര മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോസോൺസ് അല്ല. കാരണം അതിലുള്ള ട്രാൻസ്പോസേസ് ജീന് വേണം. ആ ട്രാൻസ്പോസേസ് ജീന് എല്ലപ്പം സപ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാകുക. പക്ഷേ ഈ P എലമെൻറ്റ്സ് ഉള്ള ഒരു മെയിൽ ഡ്രോസോഫില്ലയും P എലമെൻറ്റ്സ് ഇല്ലാത്ത ഒരു ഫീമെയിൽ ഡ്രോസോഫില്ലയും തമ്മിൽ മേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രോഗ്നീസ് അല്ലെങ്കിൽ കുട്ടികൾ എന്തായിരിക്കും,
മ്യൂട്ടേറ്റഡ് ആയിരിക്കും. അവർ മോസ്റ്റ്ലി സ്റ്റെറൈലായിട്ടായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചത് 50 years ago ആണ്. ഇപ്പോൾ ഡ്രോസോഫില്ലയിലുള്ള ഒരു ടൈപ്പ് ട്രാൻസ്പോസോൺസ് ആണ് പി എലമെൻറ്റ്സ്. പി എലമെൻറ്റ്സ് യൂഷ്വലി മ്യൂട്ടേഷനൊന്നും അങ്ങനെ കോസ് ചെയ്യില്ല, കാരണം അതിലുള്ള ട്രാൻസ്പോസേസ് ജീന്, അതായത് ട്രാൻസ്പോസിഷൻ നടന്നാൽ മാത്രമല്ലേ ട്രാൻസ്പോസോൺസിൻ്റെ ട്രാൻസ്പോസിഷൻ നടക്കണ്ടേ, എന്നാൽ മാത്രമല്ല ഒരു മ്യൂട്ടേഷൻ ഉണ്ടാക്കുമോ. അപ്പം പി എലമെൻറ്റ്സിലുള്ള ട്രാൻസ്പോസേസ് ജീൻ എന്താണ്, ഹൈലി സപ്രസ്ഡ് അല്ലെങ്കിൽ റിപ്രസ്ഡ് ഫോമിലാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാകുക. പക്ഷേ ഈ പി എലമെൻറ്റ്സ് ഉള്ള മെയിൽ ഡ്രോസോഫില്ലയും പി എലമെൻറ്റ്സ് ഇല്ലാത്ത ഫീമെയിൽ ഡ്രോസോഫില്ലയും തമ്മിൽ ട്രാൻസ്പോസിഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പി എലമെൻറ്റ്സ് അവരുടെ കുട്ടികൾക്ക് കിട്ടും. ഈ കുട്ടികൾ എന്തായിരിക്കും, മ്യൂട്ടേറ്റഡ് ആയിരിക്കും, അതായത് അവർ സ്റ്റെറൈലായിരിക്കും ആകുക. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഇൻ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഇൻ ഹ്യൂമൻസ്. അബൌട്ട് 45% ഓഫ് ഹ്യൂമൻ ജീനോം കൺസിസ്റ്റ് ഓഫ് സീക്വൻസ് ഡിറൈവ്ഡ് ഫ്രം ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്. So the common transposable elements in human genome is ALU transposed through an RNA intermediate, and ALU belongs to repetitive sequence called signs, which constitute 11% of human genome. Also, it has lines, usually about 6,000 base pair, constitute 21% of human genome, and these two are identified as a cause of mutations in 20 cases of genetic diseases. ഇപ്പോൾ ലാസ്റ്റ് വണ്ണാണ് ഹ്യൂമൻസിലുള്ള ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ്. അപ്പോൾ ഹ്യൂമൻസിലും ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് വളരെയേറെ ഉണ്ട്. അതായത് ഹ്യൂമൻ ജീനോമിൻ്റെ 45% വരെ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻസിൽ മോസ്റ്റ് പ്രോമൺലി കാണുന്ന ഒരു ട്രാൻസ്പോസിബിൾ എലമെൻ്റാണ് ALU എന്ന് പറയുന്നത്. ഈ ALU ട്രാൻസ്പോസ് ചെയ്യുന്നത് ഒരു RNA ഇൻ്റർമീഡിയറ്റിൽ നിന്നാണ്. ഈ ALU എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സൈനാണ്. സൈൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഹ്യൂമൻ ജീനോമിൻ്റെ സയൻസ് 11%, ഹ്യൂമൻ ജീനോമിൻ്റെ 11% വരെ എന്താണ് സയൻസ് ആണ്. വേറെ ഒരു ട്രാൻസ്പോസിബിൾ എലമെൻ്റാണ് ലൈന്. ഹ്യൂമൻ ജീനോമിൽ കാണുന്ന വേറെ ട്രാൻസ്പോസിബിൾ എലമെൻ്റാണ് ലൈന്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 21% ഓഫ് ഹ്യൂമൻ ജീനോം എന്തായിരിക്കും, ലൈനായിരിക്കും. ഇത് ജെനറ്റിക് ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട് ഹ്യൂമൻസിൽ. അതായത് ഇതിലുണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ജെനറ്റിക് ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, എഫക്ട്സ് കോസ്ഡ് ബൈ ട്രാൻസ്പോസോൺ. നിങ്ങൾക്കറിയാം ട്രാൻസ്പോസോൺസ് ആർ മ്യൂട്ടാജൻസ്. ദേ ക്യാൻ കോസ് മ്യൂട്ടേഷൻസ് ഇൻ സെവറൽ വേസ്. ഇപ്പോൾ ട്രാൻസ്പോസോൺസ് എന്ന് വെച്ചാൽ ആക്ച്വലി മ്യൂട്ടേഷൻ കോസ് ചെയ്യും. കാരണം DNA കോമ്പോസിഷൻ അല്ലെങ്കിൽ ബേസ് പെയറിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എ ട്രാൻസ്പോസോൺ ഇൻസേർട്സ് ഇറ്റ്സെൽഫ് ഇൻ ടു എ ഫങ്ഷണൽ ജീൻ. It will probably damage it, and insertion into exons, introns, and even into DNA flanking the genes can destroy or alter the gene's activity. ഇപ്പോൾ ഒരു ട്രാൻസ്പോസോൺസ് പോയിട്ട് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ജീനിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീനിൻ്റെ ഫങ്ഷന് അത് എഫക്റ്റ് ചെയ്യും. അതായത് ആ ജീൻ എന്തായിട്ട് മാറും, ഇനാക്റ്റീവായിട്ട് മാറും. ഇപ്പം ഈ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഹീമോഫീലിയ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്പോസോൺസിൻ്റെ മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഹ്യൂമൻ ഡിസീസസ് ആണ് ഹീമോഫീലിയ A and B, എക്സ് ലിങ്ക്ഡ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, അതായത് എസ് ലിങ്ക്ഡ് സ്കിഡ്. നെക്സ്റ്റ്, പോർഫൈറ, ക്യാൻസർ എക്സെട്ര. ഇങ്ങനത്തെ ഡിസീസിനൊക്കെ ഈ മ്യൂട്ടേഷൻ കാരണമാവും. നെക്സ്റ്റ്, മ്യൂട്ടാജനിക് എഫക്ട്സ് ഓഫ് ട്രാൻസ്പോസിഷൻ. സംടൈംസ് ഇറ്റ് ആക്ടിവേറ്റ് എ ജീൻ ഓർ ചേഞ്ച് ദി ഫീനോടൈപ്പ് ഓഫ് ട്രാൻസ്പോസോൺസ് ഇൻ ജനറലി മ്യൂട്ടാജനിക്. നിങ്ങൾക്കറിയാം മ്യൂട്ടാജനിക് എഫക്റ്റ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വെറുതെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഓൺ ജീൻ ആൻഡ് ജീനോം. The transposable element causes a variety of change in the genome of their host. These ability to induce mutation depend upon their capability of transposing. So they are important in modification of gene expression, alteration of gene sequence, and chromosomal structural changes. ഇപ്പം ഈ ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് എന്തൊക്കെ ടൈപ്പ് എഫക്റ്റാണ് ജീൻസ് അല്ലെങ്കിൽ ജീനോംസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാക്കുക? ഒന്ന്, അത് ജീൻ എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യും. രണ്ടാമത്തത് ജീൻ സീക്വൻസിനെ ആൾട്ടർ ചെയ്യും. മൂന്നാമത്തത് ക്രോമസോമൽ സ്ട്രക്ചറിനെ ചേഞ്ച് ആക്കും. സോ റെഗുലേഷൻ ഓഫ് ട്രാൻസ്പോസിഷൻ. മെനി സെൽസ് റെഗുലേറ്റ് ട്രാൻസ്പോസിഷൻ ബൈ ലിമിറ്റിംഗ് ദി പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ്പോസേസ് എൻസൈം റിക്വയർഡ് ഫോർ മൂവ്മെൻറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ട്രാൻസ്പോസിഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ട്രാൻസ്പോസിഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ട്രാൻസ്പോസേസ് എൻസൈം. അപ്പോൾ ഈ ട്രാൻസ്പോസേസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോസിഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്? ട്രാൻസ്പോസിഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈമാണ്
ട്രാൻസ്പോസേസ് എൻസൈം. അപ്പോൾ ട്രാൻസ്പോസേസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് യൂസസ് ഓഫ് ട്രാൻസ്പോസോംസ്. ട്രാൻസ്പോസോംസ് ഈസ് യൂസ്ഡ് ആസ് ക്ലോണിംഗ് വെഹിക്കിൾ. ഇപ്പോൾ ഒരു വെക്ടറുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വെക്ടേഴ്സ് ഫോർ ട്രാൻസ്ഫറിങ് ജീൻസ് ബിറ്റ്വീൻ ഓർഗൻസ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഓൾസോ ഡ്രഗ് റെസിസ്റ്റൻസ് ജീൻ എൻകോഡഡ് ബൈ മെനി ട്രാൻസ്പോസോംസ് ആർ യൂസ്ഫുൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാസ്മിഡ്സ് ആസ് ക്ലോണിംഗ് വെഹിക്കിൾ. അപ്പം പ്ലാസ്മിഡ് വെക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ വെക്ടറായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. പിന്നെ മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് യൂസസ്. അപ്പോൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുക, വെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, പിന്നെ മ്യൂട്ടേഷൻ കോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രാൻസ്പോസിബിൾ എലമെൻറ്റ്സ് ഇൻ ബാക്ടീരിയ, ഈസ്റ്റ്, ഫംഗസ്, പിന്നെ റോസോഫില്ല ആൻഡ് ഹ്യൂമൻസ് ആയിരുന്നു. പിന്നെ അതിൻ്റെ എഫക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്തു. അപ്പോൾ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ പെഡിഗ്രി അനാലിസിസിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു.